നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞത് എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഏത് തരം കമ്പനി തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും നല്ല കമ്പനി ഏതാണ്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇനിയിപ്പോൾ ഡയറക്റ്റ് സെല്ലിങ്ങിന് മാർഗരേഖ കേരള സർക്കാർ ഉണ്ടാക്കി ഇനി ഒരുപാട് കമ്പനികൾ വരും. അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് കമ്പനിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഒരു കമ്പനിയുടെ സെലക്ഷൻ എന്ന് പറഞ്ഞത്. കമ്പനി എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആ കമ്പനിയുടെ ഓണേഴ്സ് ആരാണ്, അവരുടെ പാസ്റ്റ് എന്തായിരുന്നു, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അവർ മുന്നേ എന്താണ് ചെയ്തിരുന്നതെന്നൊക്കെ ചെക്ക് ചെയ്യണം. കൂടാതെ ഈ കമ്പനിക്കുള്ള മിഷൻ എന്താണ്, കമ്പനിയുടെ മിഷനും വിഷനും എന്താണ്, ഇതും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ കമ്പനിയുടെ പ്രോഡക്ട്സ് എന്താണ്, കാരണം പ്രോഡക്ട്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം പ്രോഡക്ട്സ് ആണല്ലോ മെയിൻ. ഇപ്പോൾ നമുക്കറിയാം, പ്ലാൻ വിൽക്കാൻ വേണ്ടിയിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, പ്രോഡക്ട്സ് വിൽക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. അത് വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കമ്പനികൾക്ക് പ്ലാൻ ആയിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അവർക്ക് പ്രൊഡക്റ്റ് പേരിൻ്റെ ഒരു പ്രൊഡക്റ്റ് മാത്രമായിരിക്കും, 2-3 പ്രൊഡക്റ്റ് വെച്ചിട്ടായിരിക്കും ആ പ്ലാനിനെ കാണിക്കാനായിരിക്കും അവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന പ്ലാനിലായിരിക്കും. പക്ഷേ ചില കമ്പനികൾ പ്രോഡക്റ്റ്സ് നിരന്തരം ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാവും. ആ പ്രൊഡക്റ്റ് ഒന്ന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഏത് കമ്പനിയാണ് കൂടുതൽ കാലത്തേക്ക് നിലനിന്ന് പോകുന്നത്, കാലാകാലത്തേക്ക് നിലനിന്ന് പോകുന്നതും അല്ലെങ്കിൽ വലിയ സക്സസ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, പ്രോഡക്ട്സ് വിൽക്കാൻ പ്ലാൻ നിർമ്മിച്ച കമ്പനി ആയിരിക്കും അത് കാലാകാലത്തേക്ക് നിലനിന്ന് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ നോക്കുന്നത് വിറ്റുവരവിനാണ് അവർ കമ്മീഷൻ കൊടുക്കുന്നത്, അതായത് വിറ്റുവരവിനാണ് അവർ വരുമാനം കൊടുക്കുക. അതുകൊണ്ട് തന്നെ ആ കമ്പനി അവിടെ നിലനിൽക്കും. ആ കമ്പനിയിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും ചെയ്യും. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് അങ്ങനത്തെ ഏത് കമ്പനിയാണെന്നാണ്. അവിടെ ഏറ്റവും നല്ലൊരു കമ്പനിയായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വെസ്റ്റീജാണ്, വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഈ ഒരു അവസരത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നതിൽ ഞാൻ നിങ്ങൾ ഒരിക്കൽ കൂടി കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. കാരണം വെസ്റ്റീജ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വെസ്റ്റീജ് പറയുന്നത് തന്നെ വെസ്റ്റീജിന് മിഷനുണ്ട്, വിഷനുണ്ട്. വെസ്റ്റീജിന് വിഷൻ നോക്കുകയാണെങ്കിൽ സാധാരണക്കാരായുള്ള ജനങ്ങളെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക, അവർക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെസ്റ്റീജ് തുടങ്ങിയ ഗൗതം ബാലി, ദീപക് സൂദ്, കൻമോൾ സിംഗ്, ഈ 3 വ്യക്തികളും അവരുടെ നേട്ടത്തിന് വേണ്ടിയല്ല വെസ്റ്റീജ് തുടങ്ങിയെന്നുള്ളതാണ്. പല കമ്പനികളും തുടങ്ങുന്നത് ആ കമ്പനി തുടങ്ങുന്ന കമ്പനിയുടെ ഓണേഴ്സിന് നേട്ടം ഉണ്ടാക്കാനാണ്. പക്ഷേ ഇവിടെ അവർക്ക് നേട്ടം ഉണ്ടാക്കാനല്ല ഈ കമ്പനി സ്റ്റാർട്ടിൽ, ഇവിടെ സാധാരണക്കാരുള്ള ജനങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കാനാണ്. അതുതന്നെ ഈ കമ്പനിയുടെ ഉദ്ദേശം വളരെ പരിശുദ്ധമാണ്. കൂടാതെ നമുക്കറിയാം, നമ്മൾ ഈ പ്രോഡക്റ്റ് മെയിനാണ്. ആ പ്രോഡക്റ്റ് റീപർച്ചേസിങ് സാധ്യതയുള്ള പ്രൊഡക്റ്റാണെന്ന് നോക്കണം. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അദ്ദേഹം ആ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എ സിയാണ് അവരുടെ പ്രൊഡക്റ്റ്. എയർ കണ്ടീഷൻ ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഒരു വീട്ടിലേക്ക് എത്ര എയർ കണ്ടീഷൻ വാങ്ങും? അത് റീപർച്ചേസിങ് സാധ്യതയില്ല. നേരെ മറിച്ച് നിത്യ ഉപയോഗ ഉൽപ്പന്നങ്ങൾ, FMCG പ്രൊഡക്റ്റുകൾ, സോപ്പ്, പേസ്റ്റ്, അതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ, പിന്നെ കുക്കിംഗ് ഓയിൽ, ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, പിന്നെ സപ്ലിമെൻറ്റ്സ്, അതുപോലെ തന്നെ നമ്മളെ മേക്കപ്പ് പ്രൊഡക്ട്സുകൾ, ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ ആവുമ്പോൾ അത് ആളുകൾ റീപർച്ചേസിങ് സാധ്യതയുണ്ട്. ഉപയോഗിച്ച ആളുകൾ വീണ്ടും ഉപയോഗിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആ കമ്പനിയുടെ വെറും കൺസ്യൂമറാണ്. നമ്മളൊരു കമ്പനിയുടെ വെറും കൺസ്യൂമറാണ്. നമ്മളൊരു കമ്പനിയോട് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, ജസ്റ്റ് ഒരു കൺസ്യൂമറായിട്ട് നിൽക്കുന്നു. ആ കൺസ്യൂമറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആ ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ പ്രേരണ ഇല്ലാതെ ഉൽപ്പന്നം വാങ്ങാൻ ചാൻസ് ഉണ്ടോ? ഇതാണ് നോക്കേണ്ടത്. ഒരാൾ പ്രേരിപ്പിക്കാതെ ഉൽപ്പന്നം വാങ്ങാൻ ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്ലാൻ നല്ലതാണ്, പ്രോഡക്റ്റ് നല്ലതാണ്, ആ കമ്പനി നല്ലതാണ്. ഇവിടെ നമ്മൾ നോക്കുക, വെസ്റ്റേജിൽ ഒരാൾ കൺസ്യൂമർ ആയാൽ ആ കൺസ്യൂമറെ നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കൂ, നിങ്ങൾ വാങ്ങിക്കൂ എന്നുണ്ട് ഒരാളും പ്രേരിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ആ കസ്റ്റമർക്ക് നിരവധി ഓഫറുകളാണ് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും കിട്ടാത്ത ഓഫറുകൾ വെസ്റ്റേജിൽ നിന്ന് കിട്ടുന്നു. അവിടെ എവിടെയും കിട്ടാത്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ പർച്ചേസിങ് പാറ്റേൺ മാറും. അവരവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആളുകൾ വെസ്റ്റേജിൽ നിന്ന് വാങ്ങാൻ തുടങ്ങും. അപ്പോൾ വെസ്റ്റേജിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ അങ്ങനത്തെ ആളുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടേൺ ഓവർ കൂടും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കൺസ്യൂമർ കമ്മ്യൂണിറ്റിയിൽ, നമ്മളുണ്ടാക്കുന്ന കൺസ്യൂമർ നെറ്റ്വർക്കിൽ ആളുകൾ സ്ഥിരമായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നാലാണ് അവിടെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുക. ആ ടേൺ ഓവറിനാണ് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ആ ടേൺ ഓവർ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾ വേണം. ആ വരുന്ന ആളുകൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കമ്പനിയിൽ ഉണ്ടായിരിക്കണം. ഇവിടെ ഇത് രണ്ടുമുണ്ട്. കാരണം ഈ വരുന്ന ആളുകൾക്ക് സ്ഥിരമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് വെസ്റ്റേജിലുള്ളത്. അതുമാത്രമല്ല, അവർക്ക് ഷോപ്പൊന്ന് ചേഞ്ച് ചെയ്ത് വാങ്ങുന്ന ബെനിഫിറ്റ് ഇവിടെ ഉള്ളത് കൊണ്ട് അവർ നമ്മൾ പ്രേരിപ്പിക്കാതെ തന്നെ ജസ്റ്റ് നമ്മളിതിലേക്ക് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം സ്ഥിരമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങും.
ഉൽപ്പന്നത്തെ പറ്റി നമ്മളൊരു ക്ലാസ് എടുത്ത് കൊടുത്താൽ, മനസ്സിലാക്കി കൊടുത്താൽ അദ്ദേഹം സ്ഥിരമായിട്ട് ഉൽപ്പന്നം ഉപയോഗിക്കാൻ നോക്കുക. നമ്മൾ ഒരു തവണ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, അവർ സ്ഥിരമായിട്ട് ആ ഉൽപ്പന്നം വാങ്ങുന്നുണ്ടോ. അതുകൊണ്ട് നമുക്ക് വലിയൊരു സാധ്യത ഈ ഒരു കൺസ്യൂമർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു AC, ഒരു പിന്നെ ഫ്രിഡ്ജും AC ഒക്കെ വിൽക്കുന്ന ഒരു പിന്നെ കമ്പനിയാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തുടങ്ങിയതെങ്കിൽ, നമ്മൾ അതിൻ്റെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് വരുമ്പോൾ എത്ര ആളുകൾ ഫ്രിഡ്ജ് വാങ്ങും, എത്ര ആളുകൾ AC വാങ്ങും, ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഒരു സാധ്യത ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് സാധ്യത ഉണ്ട്. കാരണം ഇവിടെ ജനങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സാധ്യത ഇവിടെ ഉണ്ട്. നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കുമ്പോൾ ആ നെറ്റ്വർക്കിൽ ഹ്യൂജ് വോളിയം ക്രിയേറ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ള. അതുകൊണ്ട് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കൺഗ്രാലേറ്റ് ചെയ്യുകയാണ്. നിങ്ങളെടുത്ത തീരുമാനം ശക്തമായ തീരുമാനമായിരുന്നു, അത് ശരിയായ തീരുമാനമായിരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഉറച്ചു നിൽക്കുക എന്നാണ്. വെസ്റ്റേജിൽ വിജയിക്കാൻ എടുക്കുന്ന തീരുമാനത്തേക്കാൾ നമുക്ക് എടുക്കേണ്ട തീരുമാനം ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനം. നമ്മളെ കൂടെ ആര് വന്നാലും, ആരൊക്കെ വന്ന ആളുകളിൽ ആരൊക്കെ നിലനിൽക്കുന്നു, വന്ന ആളുകൾ കുറേ ആളുകൾ ഇത് ഇട്ട് പോയാലും നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റിക്ക് അത് ഉണ്ടാവും എന്നുള്ളൊരു ശക്തമായ തീരുമാനം, അതാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ കേട്ടിട്ടുണ്ട്, വിന്നേഴ്സ് നെവർ കിറ്റ്, കിറ്റേഴ്സ് നെവർ വിൻ. കിറ്റ് ചെയ്യുന്നവർ ഒരിക്കലും വിജയിക്കാറില്ല, വിജയിക്കുന്നവർ ഒരിക്കലും നിർത്താറില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നിർത്താതിരിക്കുക, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇവിടെ ഇത് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയല്ല വെസ്റ്റേജ്. പക്ഷേ വരുമാനം വന്നുകൊണ്ടിരുന്ന അത് സ്ഥിരമായിട്ട് വരുന്ന വരുമാനമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് വെസ്റ്റേജ്. ഇപ്പോൾ ഉദാഹരണം പറയാമെങ്കിൽ, നമ്മളൊരു കൺസ്യൂമർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ പിന്നെ വരുമാനം കിട്ടിക്കോളുന്നില്ല, പെട്ടെന്ന് കിട്ടിക്കോളാം. പക്ഷേ കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾ നിരന്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിലേക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കും. പെട്ടെന്നല്ല, കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു വർഷം എടുത്തിട്ടായിരിക്കും നമ്മൾ ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു വർഷം കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അതിലൂടെ വരുമാനം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ചീര നട്ട് കഴിഞ്ഞാൽ 28 ദിവസം കൊണ്ട് നമുക്കത് വിളവെടുക്കാം, അതിന് ചെറിയ വരുമാനം നമുക്ക് കിട്ടും. പക്ഷേ നമ്മളൊരു തെങ്ങിൻ്റെ തൈ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 28 ദിവസം കൊണ്ട് വരുമാനം കിട്ടില്ല. പക്ഷേ അതിന് നമ്മൾ നട്ടു വളർത്തി കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ കായ്ഫലം ഉണ്ടാകുന്നതോട് കൂടിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്ഥിരമായിട്ട് കാലാകാലത്തേക്ക് നമുക്ക് വരുമാനം, ചിലപ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്കും വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് ആ തെങ്ങ് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെയാണ് നമ്മൾ ഈ വെസ്റ്റേജിലൂടെ നമ്മളൊരു കൺസ്യൂമർ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തലമുറയ്ക്ക് ശേഷവും അടുത്ത തലമുറയ്ക്കും അതിലൂടെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട്, മഹാന്മാർ പല ആളുകളും പറഞ്ഞുള്ളൊരു കാര്യമാണ്, നമ്മൾ കുറച്ച് കാലത്തേക്ക് നമുക്ക് വരുമാനം വേണമെങ്കിൽ ചെടികളിലും പൂക്കളിലും ഇൻവെസ്റ്റ് ചെയ്യാം. ദീർഘകാലത്തേക്ക് നമുക്ക് വരുമാനം വേണമെങ്കിൽ നമ്മൾ മരങ്ങളിലും കെട്ടിടങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യാം. കാലാകാലത്തേക്ക് നമുക്ക് വരുമാനം വേണമെങ്കിൽ ജനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു കൺസ്യൂമർ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയാണ്, അത് ജനങ്ങളാണ്. ആ ജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്, ഒരു കൺസ്യൂമർ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, അടുത്ത തലമുറയിലേക്ക് കൈമാറും. കാരണം നമുക്ക് ശേഷം വരുന്ന തലമുറ എന്ത് ചെയ്യും, കൃഷിയിലൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കും. അപ്പോഴും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ടേൺ ഓവർ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ വന്ന സ്ഥലം അത് റൈറ്റ് പ്ലേസാണ്, റൈറ്റ് ടൈമിലാണ്. കാരണം റൈറ്റ് ടൈം എന്ന് പറയാനുള്ള കാരണം, സർക്കാർ വരെ ഇതിനൊരു മാർഗരേഖ ഉണ്ടാക്കി ഈ ഇൻഡസ്ട്രീനെ സംരക്ഷിക്കുന്ന സമയത്താണ് നമ്മൾ ഓരോരുത്തരും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കറക്റ്റ് സമയത്ത് നിങ്ങൾ നിലകൊണ്ടു എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ച് തീരുമാനിക്കുക. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൂടെ വിജയിക്കാൻ സാധിക്കും. ഇതിൽ ഉറച്ചു നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും, സ്ഥിരമായിട്ട് പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഏതൊരു വ്യക്തിക്കും വെസ്റ്റേജിലൂടെ വിജയിക്കാൻ സാധിക്കും. കാരണം വെസ്റ്റേജിൽ വിജയിക്കാൻ സാധിക്കാത്ത ഒരേ ഒരു കൂട്ടർ ആളുകൾ ഏതെന്നുണ്ടെങ്കിൽ, അതായത് വെസ്റ്റേജിൽ വിജയിക്കാൻ സാധിക്കാത്ത ഒരാൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം വെസ്റ്റേജിൽ ജോയിൻ ചെയ്യാത്തൊരു വ്യക്തിയാണ്. വെസ്റ്റേജിൽ ജോയിൻ ചെയ്ത ഏതൊരു വ്യക്തിക്കും വിജയിക്കാൻ പറ്റും. പക്ഷെ ഒരൊറ്റ കാര്യം, അദ്ദേഹം ഈ ബിസിനസ്സിൽ ഉറച്ചു നിൽക്കണം, ചെയ്യാനുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഇന്ന് ചെയ്തു നാളെ തന്നെ റിസൾട്ട് കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു മാവിൻ്റെ തൈ നട്ടു. ആ തൈ നമ്മൾ വെള്ളമൊഴിക്കുന്നു. ഇന്ന് നമ്മൾ വെള്ളമൊഴിച്ചു, നാളെ നമ്മളത് പറിച്ചു നോക്കി അതിൽ വേര് പിടിക്കുന്നുണ്ടോ എന്ന്. നമ്മൾ വീണ്ടും അവിടെ തന്നെ കുഴിച്ചിട്ടു, 2 ദിവസം വീണ്ടും വെള്ളം ഒഴിച്ചു, 3-ാം ദിവസം വീണ്ടും പറിച്ചെടുത്തു, വീണ്ടും നമ്മളവിടെ കുഴിച്ചിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു, 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പറിച്ചെടുത്തു. ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഈ മാവിൻ്റെ തൈ എന്തെങ്കിലും വളർന്ന് ഒരു മാങ്ങ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. നമ്മളതിന് സ്ഥിരമായിട്ട് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കണം.
അപ്പോഴാണ് നമുക്കതിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ടാവുക, നമുക്ക് കായ്ഫലം, അത് വളർന്ന ഒരു കായ്ഫലം തരുന്ന വലിയ വൃക്ഷമായിട്ട് മാറുക. ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ചെയ്യുന്ന ഒരു ട്രാക്ക് വെസ്റ്റേജ് തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ സക്സസ് ട്രാക്ക് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അത് പരിചയപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യണം എന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒരിക്കലും ഇതൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതല്ല. ഇത് വെസ്റ്റേജിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടുന്ന അറിവുകൾ തരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു എന്ന് ഉറപ്പാക്കണമെങ്കിൽ നിങ്ങൾ കണ്ടതായിട്ട് നിങ്ങളത് ഞാൻ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കാം. നാളെ നമുക്ക് വെസ്റ്റേജിൻ്റെ ആ സക്സസ് ട്രാക്ക് എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, വിഷ് യു വെൽ, താങ്ക് യു.